أشرف الخلق محمد رسول الله സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് നമ്മുടെ എല്ലാം വിലാസത്തിൽ അതെല്ലാം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ശാരീരികമായി മാനസികമായി നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങളെല്ലാം ഈ മദ്ഹ് കാരണം അല്ലാഹു പരിഹരിക്കട്ടെ. പരിപൂർണമായ ആഫിയത്തും റാഹത്തും സന്തോഷവും നമുക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഖസ്ബീദത്തുൽ ബുർദയിലെ മൂന്നാമത്തെ ഫസ്ലാണ് നമ്മൾ ആദ്യം ചൊല്ലിയത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയെത്ര മദ്ഹുകളാണ്, എത്രയെത്ര പുകഴുകളാണ് ആ വരികളിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു വളരെ വശ്യമായ, വളരെ ആകർഷകമായ രീതിയിൽ പൂർത്തുവച്ചിരിക്കുന്നത്. മദ്ഹ് ഗദ്യമായി പറഞ്ഞാലും പദ്യമായി പറഞ്ഞാലും ഒക്കെ മദ്ഹ് തന്നെ. പക്ഷേ അത് കവിത രൂപത്തിലാക്കുമ്പോൾ, പദ്യരൂപത്തിലാക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ ആകർഷണീയതയുണ്ട്. അത് മഹാനവറുകൾ ബുർദയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ليلا على علمي فالدر يزداد حسنا وهو منتظم وليس ينقص قدرا غير منتظم. മുത്തുകൾ അതിങ്ങനെ മാലയിൽ കോർക്കാതെ വെച്ചാലും കാണാൻ ഭംഗിയുണ്ടാവും മുത്തുകൾ. പക്ഷെ അത് മാലയിൽ അടുക്കത്തോടെ കോർത്തു വെച്ചാൽ അതിന് വല്ലാത്ത ഭംഗിയാണ്, ഭംഗി വർദ്ധിക്കും. അപ്പൊ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് പദ്യരൂപത്തിൽ ഇങ്ങനെ കോർത്താൽ കേൾക്കാൻ വലിയ രസമാണ്. അപ്പൊ നമ്മൾ ചൊല്ലിയ മൂന്നാമത്തെ ഫസ്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് മദ്ഹുകൾ അടങ്ങിയിരിക്കുന്നു. ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه ضرا من ضرمي. വലംതു ഞാൻ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. സുന്നത്തമൻ ഒരു നബിയുടെ ചര്യയോട്. എങ്ങനെയുള്ള നബിയാണ്? ആ നബി ഇരുളുകളെ സജീവമാക്കിയിരിക്കുന്നു. ഇലാ അനിഷ്തകത്ത് ഖദമാഹു, അവിടുത്തെ രണ്ട് കാൽപാദങ്ങൾ പരാതിപ്പെടുന്നത് വരെ. അദ്ദുറ പ്രയാസത്തെ, മിൻ വറമി നീര് കെട്ടി വെറുക്കലിനാൽ. ഇമാം മുസ്ലിം പറയാണ്, രാത്രി മുഴുക്ക നിന്ന് നിസ്കരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടു കാലുകളിൽ നീര് കെട്ടി വീർത്തുപോയി. അപ്പൊ നീര് കെട്ടി വീർക്കുന്നത് വരെ രാത്രി നിസ്കരിച്ച് സജീവമാക്കിയ നബി തങ്ങളുടെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു പോയി. ഞാനങ്ങനെ ചെയ്തില്ല. ഇതാണ് മഹാനവറുകൾ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി രാത്രിയിൽ 12 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാറില്ല. പക്ഷെ ആ നിസ്കരിക്കുന്ന റക്അത്തുകൾ ദീർഘമായ സൂറത്ത് ഓതിക്കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുക. തങ്ങളെ പിറകിൽ നിസ്കരിച്ച ചില സ്വഹാബാക്കൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ? തങ്ങൾ സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. ഒരു ജുസ് ആയാൽ നിർത്തുമെന്ന് കരുതി നിർത്തിയില്ല, 2 ജുസ് ആയാൽ നിർത്തുമെന്ന് കരുതി നിർത്തിയില്ല. ആ സൂറത്തും പിറകെയുള്ള സൂറത്തുകളും നബി തങ്ങളങ്ങനെ ഓതിപ്പോകുന്നു. അപ്പോ 12 റക്അത്തിൽ അധികം നിസ്കരിക്കാറില്ല. പക്ഷെ ആ 12 റക്അത്തുകൾ ദീർഘമായ സൂറത്ത് ഓതിക്കൊണ്ടാണ് നിസ്കരിക്കുക. അങ്ങനെ കാല് വേദനിക്കുമ്പോൾ ഒരു കാല് പൊക്കിപ്പിടിച്ച് മറ്റേ കാലിൽ ഓതിക്കൊണ്ട് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ച് തങ്ങളെ 2 കാലിലും നീര് കെട്ടി വീർത്തുപോയി. അപ്പൊ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് കുന്തിയതും പിന്തിയതുമായ സർവത്ര ദോഷങ്ങളും പുറത്തു തന്നില്ലയോ? അപ്പൊ ചോദ്യത്തിന് മറുപടി, ആയിഷ
ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? ഏറ്റവും കൂടുതൽ നിഅമത്ത് എനിക്ക് റബ്ബ് ചെയ്തു തന്നു, എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു നിന്നു എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും ചെയ്യാത്ത രീതിയിൽ റബ്ബ് എന്നെ പടച്ചു. അതിന് ശുക്ർ വേണ്ടേ ആയിഷ, നന്ദി വേണ്ടേ? അതുകൊണ്ടാണ് അങ്ങനെ നിസ്കരിക്കുന്നത്. പിന്നെ ഏതു നബിയാണ് വശദ്ദ മിൻ സഗമിൻ അഹ്ശഅഹു വഖവാ തഹ്തൽ ഹിജാറതി കശഹൻ മുതറഫൽ ലദമി. വശദ്ദ, ആ നബി വെച്ച് കെട്ടി, മിൻ സഗബിൻ, കഠിനമായ വിശപ്പ് കാരണം, അഹ്ശഅഹു, അവിടുത്തെ ആമാശയത്തെ, വശദ്ദ മിൻ സഗബിൻ അഹ്ശഅഹു വഖവാ, നബി തങ്ങൾ ചുരുട്ടി വെച്ചു, തഹ്തൽ ഹിജാറതി, കല്ലുകൾക്ക് താഴെ, കശഹൻ, അവിടുത്തെ ഊരയെ, മുതറഫൽ അദമി, തൊലികളൊക്കെ മിനുസമുള്ള, എന്ന് പറഞ്ഞാൽ കഠിനമായ വിശപ്പ് കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവിടുത്തെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി. ആ കല്ലിന് കീഴെ നല്ല മിനുസമുള്ള തൊലിയുള്ള ശരീരത്തെ നബി തങ്ങൾ ചുരുട്ടി വെച്ചു എന്നാണ് ഇമാം ബുസീരി പറയുന്നത്. അങ്ങനെയുള്ള നബിയുടെ ചര്യയോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു. ഇത് നബി തങ്ങൾക്കൊന്നും തിന്നാൻ കഴിഞ്ഞിട്ടല്ല, നബി തങ്ങൾ സാഹിദാണ്. നബി തങ്ങൾ സാഹിദാണ്. സുഹൃദ് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായി കഴിവുണ്ട്, എന്നിട്ടും ആ സമ്പത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ, അതിനാണ് സുഹൃദ് എന്ന് പറയാം. സുഹൃദ് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നമുക്ക് കഴിവും ശേഷിയും ഉണ്ടായി അതിനോട് താല്പര്യമില്ലായ്മ, അതാണ് സുഹൃദ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പിന്റെ കാഠിന്യത്താൽ അവിടുത്തെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി. അവിടുത്തെ ആ നല്ല മിനുസമുള്ള ഊരയെ കല്ലിന് കീഴെ ചുരുട്ടി വെച്ചു. എന്നിട്ട് ഇമാം ബുസീരി തങ്ങൾ പറയാണ്, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും മലകൾ ഇങ്ങോട്ട് വന്ന് നബിയെ തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വർണമാകാം എന്ന് പറഞ്ഞു. അബീ ഖുബൈസ് പർവ്വതം, തൗർ മല, അതുപോലെ തന്നെ ഹിറാ മല, ഈ മലകളൊക്കെ നബി തങ്ങളോട് വന്ന് പറയാണ് ഞങ്ങൾ തങ്ങൾക്ക് വേണ്ടി സ്വർണമാകാം. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ അവഗണിച്ചു. അപ്പൊ അങ്ങനെയുള്ള നബിയുടെ ചര്യയോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു എന്നാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറയുന്നത്. വഅക്കദത് സുഹദഹു ഫിഹാ ളറൂറതുഹു ഇന്ന ളറൂറത ലാ തഅദു അലൽ ഇസ്മി വകൈഫ തദ്ഉ ഇലാ ദുനിയാ ളറൂറതു മൻ ലൗലാഹു ലം തുഖ്റജ് ദുനിയാ മിനൽ അദമി. എന്താണ്, വെറുതെയാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖസീദക്ക് വലിയ ആശീർവാദം കൊടുത്തത്? ബുർദ എന്ന് പറഞ്ഞാൽ ചില്ലറ ഖസീദയല്ല. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ശരീരത്തിന്റെ പാതി തളർന്നു. അപ്പൊ അതിൽ നിന്ന് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് നബി തങ്ങളെ കുറിച്ചൊരു മദ്ഹ് എഴുതാൻ നേർച്ചയാക്കി. ആ മദ്ഹാണ് ഈ ബുർദ. അതങ്ങ് എഴുതി പൂർത്തിയാക്കിയപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടു. നബി തങ്ങൾ അവിടുത്തെ തൃക്കരം കൊണ്ട് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒന്നാകെ തടവി. നേരം എടുത്തു നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇന്നലെ വരെ തളർന്ന് നിശ്ചലമായി പോയ ശരീരമാണ്, ഒരു കുഴപ്പമില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ബുർദക്ക് ബുർദ എന്നൊരു പേര് കൂടെ കാണാം. രോഗശമനം, രോഗം മാറാൻ ബുർദ ചൊല്ലിയാൽ മതി. ബുർദ ചൊല്ലിയിട്ട് വെള്ളം വന്നിരിച്ച് കുടിക്കുക, ബുർദ. ഈ മദ്ഹന്റെ ഫസ്ലൊക്കെ പാരായണം ചെയ്യുക. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ കോർത്തുവെച്ച ഖസീദയാണ് ബുർദ. അതിൽ മദ്ഹിന്റെ ഫസ്ലാണ് മൂന്നാമത്തെ ഫസ്ൽ. അതിലെ വരികളാണ് നമ്മളിങ്ങനെ ചൊല്ലിയത്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ലോകത്തെയും സയ്യിദാണ്. ദുനിയാവിലെ നേതാവാണ്, ആഖിറത്തിലെ നേതാവാണ്.
ആരാണ് സയ്യിദ് എന്ന് പറഞ്ഞാൽ വിഷമഘട്ടങ്ങളിൽ ജനങ്ങളെ പരിഹാരത്തിന് വേണ്ടി ഓടിച്ചെല്ലുന്നയാളാണ്. ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി വയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹാ അൻഹും. പ്രയാസം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഓടിച്ചെന്ന് സഹായം ആവശ്യപ്പെടുന്ന ആളാ സയ്യിദ് എന്ന് പറയുന്നത്. അതല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലും ആഖിറത്തിലും സയ്യിദാണ് എന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകത്തെയും നേതാവാണ്. ഇവൽ ഫരീഖൈൻ മിൻ ഉറബിൻ വമിൻ അജമി, അറബികളുടെയും അനറബികളുടെയും. അനറബികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരെയും നേതാവാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലാഹി നജ്ജിനി من كل ضيق بجاه المصطفى خير الجميع. പടച്ചവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. കവി പറയുന്നു, പിന്നെയോ വഹബ്ലി ഫീ മദീനതിഹി ഖറാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ താമസിക്കാനുള്ള അവസരം നൽകണം അല്ലാഹ്. വരിസഖൻ, മദീനയിലെ ഭക്ഷണം നൽകണം അല്ലാഹ്. സുമ്മ ദഫനം ബിൽ ബഖീഇ, പിന്നെ ബഖീഇൽ അടങ്ങാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആളുകളുടെ മനോഗതങ്ങളാണ്, ആളുകളുടെ താല്പര്യമാണ്. ആർക്കെങ്കിലും മദീനയിൽ മരണപ്പെടാൻ സാധിക്കുമെങ്കിൽ അവർ മദീനയിൽ മരിച്ചുകൊള്ളട്ടെ, ഞാൻ അവർക്ക് അന്ത്യനാളിൽ ശഫാഅത്ത് ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മക്കയിൽ മരണപ്പെട്ടാലും മദീനയിൽ മരണപ്പെട്ടാലും അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ്. അപ്പൊ ഈ ഫസ്ൽ മുഴുക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അത് എത്ര പറഞ്ഞാലും തീരില്ല. അതുകൊണ്ടാണ് ഇമാം ബുസീരി തങ്ങൾ നമ്മൾ ചൊല്ലിയ ഫസ്ലിൽ തന്നെ പറഞ്ഞു, ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻ മുനാഖിഖുൻ ബിഫമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേന്മകൾക്ക് മഹത്വങ്ങൾക്ക് അറ്റമില്ല, അതിലില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നല്ല സാഹിത്യ സമ്പുഷ്ടമായി സംസാരിക്കുന്ന ആളുകൾ അത് പറഞ്ഞു തീർക്കണ്ടേ? അവർക്കാർക്കും പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നബി തങ്ങളുടെ മദ്ഹുകൾക്ക് അറ്റമില്ല, അതങ്ങനെ പരന്നു കിടക്കണം. കര കാണാ സമുദ്രം കടക്കി അതങ്ങനെ പരന്നു കിടക്കണം. അതുകൊണ്ട് ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇൽമി. നബി തങ്ങളെ കുറിച്ച് എന്ത് മദ്ഹ് പറഞ്ഞാലും അത് അധികപ്പറ്റല്ല. എന്തും പറഞ്ഞു ദൈവമാണെന്ന് പറയണ്ട, ദൈവ അവതാരമാണെന്ന് പറയണ്ട, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയണ്ട. ക്രൈസ്തവരങ്ങനെ പറഞ്ഞു വിട്ടുപോയി. അപ്പൊ അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ മദ്ഹുകൾക്ക് അറ്റം കണക്കാക്കാൻ കഴിയില്ല. അത് ഞാൻ ജുമഅക്ക് പറഞ്ഞതുപോലെ തങ്ങളെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ പഠിക്കുമ്പോഴാണ് ആ ജനാബിനോട് നമുക്ക് മഹബ്ബത്ത് ഇങ്ങനെ വർദ്ധിക്കുക. ആ മഹബ്ബത്ത് ഇങ്ങനെ വർദ്ധിക്കും. റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ ആശിഖീങ്ങളായ ആളുകൾക്ക് ഒരു പ്രത്യേക ആനന്ദം തങ്ങളുടെ മദ്ഹിന്റെ സദസ്സിൽ പങ്കെടുക്കാനും മദ്ഹുകൾ കേൾക്കാനും മദ്ഹുകൾ പാടാനും പറയാനും ആശിഖീങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്നറിയോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണത്. ഈ സ്നേഹത്തിന്റെ ഗുണം നമ്മൾ എവിടെ നിന്ന് ആസ്വദിക്കുക? ഖബറിൽ കിടക്കുന്ന സമയത്ത്, മഹ്ശറിൽ പോകുമ്പോഴാ. ഈ ജീവിതം വളരെ ശുഷ്കമാണ്. ഈ സദസ്സ് പിരിയും വരെ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. പിരിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുമെന്നൊരു ഗ്യാരണ്ടിയും ഇല്ല. അല്ലാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ ഗ്യാരണ്ടി. അപ്പൊ ഈ ശുഷ്കമായ ജീവിതം ഇങ്ങനെയുള്ള സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കാനും പറയാനും എത്ര പഠിച്ചാലും തീരാത്തവണ്ണം അവിടുത്തെ മദ്ഹുകൾ ഇങ്ങനെ പരന്നൊഴുകി കിടക്കില്ലേ? അതിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അറിയുമ്പോഴാണ് എൻ്റെ നബി,
നമ്മൾ വിശ്വസിക്കുന്ന നബി, ആ നബിക്ക് ഇങ്ങനെയൊക്കെയുള്ള പുകളുകളുണ്ട്, മഹത്വങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അല്ലാഹു സ്വീകരിക്കട്ടെ.